കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ മോളന്ന് ചെറിയ ക്ലാസ്സിൽ പഠിക്കുകയാണ്. എൻ്റെ ഇളയ മോളെ കൃഷ്ണയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അവൾ രാവിലെ ഭയങ്കര ഹാപ്പി ആയിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്ന് ജസ്റ്റ് മിനിറ്റ് പ്രോഗ്രാമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൾ കുറച്ച് വാക്കുകളുടെയൊക്കെ മീനിങ്ങൊക്കെ ചോദിച്ചു, മനസ്സിലാക്കിക്കൊണ്ടൊക്കെ പോയി. ചെറിയ ക്ലാസ്സിലായിരുന്നു, 4ലോ 5ലോ ആയിരിക്കുമെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ തിരിച്ച് വൈകുന്നേരം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ അവൾ ഇച്ചിരി ഒരു അത്ര ഹാപ്പി ആയിരുന്നില്ല. പിന്നെ ഞാൻ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷം എനിക്ക് അവിടെ ഒരു കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചെന്നിട്ട് ചോദിച്ചു, മോനെ അന്ന് മോന് ജസ്റ്റ് മിനിറ്റ് പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു? ഓ അമ്മ, അത് പൊട്ടയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പറ്റിയത്? അത് ജസ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 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 അവർക്ക് ക്ലാസ് റൂമിനകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അവർക്കൊരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറയുന്നെങ്കിൽ 1 മിനിറ്റ് എല്ലാവർക്കും ആവോളം സംസാരിക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ടീച്ചർ ഒരു സബ്ജക്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ കുട്ടിക്ക് തന്നെ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ അന്നത്തെ പത്രത്തിൽ വന്ന ഏതെങ്കിലും ഒരു വാർത്തയെ അടിസ്ഥാനമാക്കി അവർക്കൊരു കാര്യം പറയാം. അതാണ് ജസ്റ്റ് മിനിറ്റ്. ഇവൾ കുറച്ച് ടോക്കറ്റീവാണ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഇംഗ്ലീഷൊക്കെ ഇവിടെ പഠിച്ചു വളർന്ന കുട്ടിയായതുകൊണ്ട് തന്നെ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നൊരു കുട്ടി. അപ്പോൾ അങ്ങനെ ആശയദാരിദ്ര്യമോ വാക്കുകൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയല്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പറ്റിയത്? അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ ഞാൻ എൻ്റെ ഒരു ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്തിരുന്നു, പിന്നെ ഞാൻ ന്യൂസ് പേപ്പറിൽ നിന്നും ഒക്കെ എടുത്തിരുന്നു. പക്ഷേ ടീച്ചർ പെട്ടെന്ന് എനിക്കൊരു സബ്ജക്റ്റ് തന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഐ ജസ്റ്റ് സ്റ്റക്ക്, എനിക്കൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് ആകെ ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ നിൻ്റെ ക്ലാസ്സല്ലേ, നിൻ്റെ ടീച്ചറല്ലേ, നിൻ്റെ കൂട്ടുകാരല്ലേ? അപ്പോൾ ആൾ പറയാം, അമ്മ പെട്ടെന്ന് എനിക്കൊരു ഓഡിയൻസിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഐ ബിക്കം വെരി നെർവസ് എന്ന് പറഞ്ഞു. അപ്പം മോളി പറഞ്ഞത് എന്തിനെക്കുറിച്ചാണെന്നറിയോ? പബ്ലിക് സ്പീക്കിംഗ്. സോ ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. എന്താണ് പബ്ലിക് സ്പീക്കിംഗ്? പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സമൂഹത്തിനോട്, ഒരു ഓഡിയൻസിനോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്കൊരു സബ്ജക്റ്റ് കാണും. പൊതുവേ എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അവരോട് കൺവേ ചെയ്യാനുണ്ടാവും. അതിനൊരു ഒരു സമയപരിധി, സ്വാഭാവികമായിട്ടൊരു സമയപരിധി ഉണ്ടാവും അല്ലേ? ഈ പബ്ലിക് പലപ്പോഴും ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ഇവിടെ എൻ്റെ മോള് തന്നെ സ്റ്റക്കായി പോയതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? അവിടെ അവൾ ചിന്തിക്കുന്നത് അവൾ എത്ര പെർഫെക്റ്റ് ആയിരിക്കും, ഞാനിവിടെ എന്തെങ്കിലും എനിക്ക് പറയുന്നതിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ചൊരു ഇത് നിന്നു പോയാലോ ഒക്കെ എന്തെങ്കിലും. അപ്പം അവളെക്കുറിച്ച് ഭയങ്കരമായിട്ട് കൺസേൺ ആയതുകൊണ്ടാണ് അവിടെ അവൾ ഫ്ലോപ്പായി പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഒരു പബ്ലിക് സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം അവിടെ അദ്ദേഹത്തിന് എന്തെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ആ ആൾക്കൂട്ടത്തിൽ നിന്നൊരു പ്രശംസ കിട്ടുന്നതിനേക്കാൾ ഉപരി അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് അത് കേൾക്കുന്ന ഓഡിയൻസിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത്, ഇപ്പം ഞാൻ യൂട്യൂബിൽ റെഗുലർലി ഞാൻ വീഡിയോസ് ഷെയർ ചെയ്യുന്ന സമയത്ത് അതിലെനിക്കെന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടൊരു എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാകുന്നതിനേക്കാൾ ഏറെ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഞാൻ തരുന്ന ഇന്നത്തെ ഒരു സന്ദേശത്തിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളുടെ ജീവിതത്തിന് അതൊരു വെളിച്ചമേകാൻ പറ്റി, അല്ലെങ്കിൽ അയാളുടെ ഇന്നത്തെ ലൈഫിന് കുറച്ചും കൂടി ഒരു ബെറ്റർ ലൈഫ് എനിക്കുണ്ട് എന്നൊക്കെ ഒരു പ്രത്യാശ കൊടുക്കാൻ കഴിഞ്ഞു എങ്കിൽ എൻ്റെ ഞാൻ ചെയ്ത കാര്യത്തിൻ്റെ പൂർണ്ണത വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മളൊരു നാളെ നിങ്ങളൊരു സെൽഫ് എംപവർമെൻറ്റിൻ്റെ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒരു മോട്ടിവേഷനൊക്കെ ആയിട്ടും ഒരു വുമൺ എംപവർമെൻറ്റിലേക്കൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാരിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് പബ്ലിക് സ്പീക്കിംഗ് വളരെ വളരെ അത്യാവശ്യമാണ്. അവിടെ നമുക്ക് നമ്മുടെ വാക്കുകൾക്ക് ആശയങ്ങൾ ഉണ്ടാകണം. നമുക്ക് വായിക്കണം. വായനയിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ വളരെ പ്രിസൈസായിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാനായിട്ട് പറ്റണം. അതുപോലെ പറയുന്ന കാര്യങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് അത്
പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമ്മൾ അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി എന്ന് വരികയുള്ളൂ. അതിലൂടെ നമുക്കൊരു സമൂഹത്തിനെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു പ്രയാണത്തിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ. അപ്പം നമുക്ക് ഓരോ വ്യക്തിക്കും, ഞാനും ഡേ ബൈ ഡേ ഞാനും ബെറ്റർ ആകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എൻ്റെ മോള് ഒരുപാട് അവളുടെ ആ ഒരു രംഗത്തിൽ നിന്ന് അവൾ ഒരുപാട് മാറ്റങ്ങൾ കൈവരിച്ചു. അവളിന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവൾക്ക് സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതുപോലെ നമുക്ക് പരിശ്രമിച്ച് കഴിഞ്ഞാൽ നിരന്തരമായിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചേഞ്ചുകളിലൂടെ നമുക്ക് എല്ലാവർക്കും നല്ല ഒരു പബ്ലിക് സ്പീക്കർ ആകാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. അപ്പം നിങ്ങളും അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ഒരുപാട് നല്ല പുസ്തകങ്ങൾ വായിക്കുക, അതുപോലെ നോട്ടുകൾ കുറിച്ച് വയ്ക്കുക. നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ആൾക്കാരിലേക്ക് വേണ്ട രീതിയിൽ എത്തിക്കാനായിട്ട് നമുക്ക് പറ്റട്ടെ. അങ്ങനെ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു.